ഈവനിങ് ഒക്കെ ആയില്ലേ, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? പറഞ്ഞ വഴിക്ക് അമ്മയും റെഡിയായി, ഞാനും റെഡിയായി. ടൂ വീലറിലാണെന്നുണ്ടെങ്കിൽ ഷോളും ഹെൽമെറ്റും മസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിപ്പോ എന്റെ കംഫർട്ട് ചെരുപ്പാണ്. ഫുൾ ടൈം വീട്ടിലിരുന്ന് ബോറടിക്കണ അമ്മനെ കൊണ്ടുവന്ന് പുറത്തിറങ്ങാനുള്ള ഒരു റീസൺ മാത്രമാണ് കേട്ടോ ചായ. പിന്നെ ഒരു വഴിക്ക് പോവല്ലേ, അപ്പൊ ചായക്ക് ഒരു കമ്പനിയൊക്കെ വേണ്ടേ. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുറച്ച് ചാട്ട് ഐറ്റംസ് ആണ് കേട്ടോ. വീക്ക് ടൈം ആയതുകൊണ്ട് നല്ല തിരക്ക് കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടാറില്ല. ഓർഡർ ചെയ്ത ഐറ്റംസ് കൂടിപ്പോയിന്ന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ടോ? അത് നിങ്ങളുടെ വേറൊരു തോന്നലാണ് കേട്ടോ. പാനിപ്പൂരിക്കൊന്നും പണ്ടത്തെ പോലെ ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ? പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കോളേജ് ടൈമിലൊക്കെ, അന്നൊക്കെ കോളേജ് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോവാൻ ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഇതുപോലെ പാനിപ്പൂരി സേവ്പൂരി ഒക്കെ കഴിക്കാൻ വേണ്ടി. 4 പേരെന്ന് പറയുമ്പോൾ ഞാന്, അഞ്ചു, ദേവു, സുമോള്, ഞങ്ങളായിരുന്നു ഒരു അതൊക്കെ ഒരു കാലം, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറെ മിസ് ചെയ്യുന്ന മൊമെന്റ്സ്. അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോവും. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഇതിന്റെ ഇടയിൽ എന്റെ അമ്മയുടെ ആ ഒരു ചിരി കണ്ടോ? ഈ ദൈപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള ചിരിയാണ് കേട്ടോ. അമ്മയ്ക്ക് ദൈപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അതെ. ഈവനിങ് ആവുമ്പോൾ ചായ കുടിക്കാൻ എന്ന പേരിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെയൊക്കെ കൊണ്ടൊന്ന് പുറത്തു പോട്ടോ. നല്ല രസമായിരിക്കും. അവരും ഹാപ്പിയാവും, നിങ്ങളും ഹാപ്പിയാവും. അത്രയേ ഉള്ളൂ. ശുഭദിനം.